ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ ദ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് സയൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ഈച്ച് ഓർഗൻ, സീ ദ കമ്പോണന്റ്സ് റീച്ചിങ് ദ ബ്ലഡ് ഫ്രം ഈച്ച് ഓർഗൻ, ഇഫ് ദർ എനി എറേഴ്സ് കറക്റ്റ് ദം. അല്ലെ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. 4 പിക്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ABCD അല്ലെ. ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ അവയവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതിൽ നിന്നും ഇവിടെ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന ഓരോരോ കാര്യങ്ങളും ഇവിടെ ഏരോ മാർക്ക് ഇട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഒരു അവയവങ്ങളെ നോക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ കാണുന്നത് നമ്മുടെ എന്താണ്, ലങ്സ് ആണ് അല്ലെ, ശ്വാസകോശമാണ്. ഈ B എന്ന് പറയുന്നത് നമ്മുടെ സെൽസ് ആണ്, കോശങ്ങളാണ്. ഇനി C എന്ന് പറയുന്നത് നമ്മുടെ ലിവർ അല്ലെ, കരളാണ്. D എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ, ചെറുകുടലാണ്. ഈ ഓരോ അവയവത്തിൽ നിന്നും ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് എത്തുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത് യൂറിയയാണ്. ഇത് തെറ്റാണ് അല്ലെ, ഇതിനകത്ത് കറക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് സെല്ലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ അല്ലെ, അത് കറക്റ്റ് ആണ്. ഇനി നമ്മുടെ കരളിൽ നിന്ന് ന്യൂട്രിയൻസ് കൊടുത്തിരിക്കുന്നു, അത് റോങ് ആണ്. ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ, ചെറുകുടലിൽ നിന്ന് ഓക്സിജൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്, അതും തെറ്റാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ലങ്സിൽ നിന്ന് എത്തുന്നത് ഓക്സിജൻ ആണ് അല്ലെ, ബ്ലഡിലേക്ക് എത്തുന്നത് ഓക്സിജൻ ആണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന കോശങ്ങളിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തുന്ന ഘടകം എന്ന് പറയുന്നത്. അതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മുടെ ലിവർ, കരൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് കലരുന്നത് യൂറിയ ആണ് അല്ലെ. അവിടുത്തെ ആ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് യൂറിയ ആണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അത് ന്യൂട്രിയൻസ് ആയിരുന്നു. എന്നാൽ ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് ന്യൂട്രിയൻസ് എത്തുന്നത്, ഇറ്റ് ഈസ് ഫ്രം സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ, ചെറുകുടലിൽ നിന്നാണ് ബ്ലഡിലേക്ക് ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ കമ്പോണൻസ് അല്ലെ, ഈ അവയവങ്ങളും ആ ഓരോ അവയവത്തിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് മക്കള് നോട്ട് ചെയ്ത് വെച്ചേക്കാം, മറക്കാനേ പാടില്ല അല്ലെ. അപ്പൊ ചിത്രം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചിത്രം തന്നു. അതിനകത്ത് തന്നെ എന്തുണ്ട്, ആ ചിത്രം ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ അല്ലെ, അതിനകത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്താണ് മിസ്റ്റേക്കുകൾ കാണുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ആർ ദ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് എക്സ്പെൽഡ്? അനാവശ്യ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ ബ്ലഡിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്, ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ടു റെസ്പിറേഷൻ അല്ലെ, ശ്വസനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നത്, പുറന്തള്ളപ്പെടുന്നത്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ഘടകം, അല്ലെങ്കിൽ നമുക്ക് പുറന്തള്ളപ്പെടേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്? അല്ല, നമുക്ക് യൂറിയ ഉണ്ട് അല്ലെ. അപ്പൊ എക്സസ് ആയിട്ടുള്ള യൂറിയയും അതുപോലെ തന്നെ വാട്ടറും സോൾട്ടും അല്ലെ, അധികമായിട്ടുള്ള യൂറിയ, ലവണങ്ങൾ, ജലവും ഒക്കെ എക്സ്പെൽ ആവുന്നത് അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നത് ഏത് വഴിയാണ്? നമുക്കറിയാം, യെസ്, യൂറിനിലൂടെയാണ് അല്ലെ. അതായത് ഈ പറയുന്ന നമ്മുടെ കിഡ്നി ആണ് ഏറ്റവും വലിയ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെ, ഏറ്റവും മികച്ച എക്സ്ക്രീറ്ററി ഓർഗൻ, വിസർജന അവയവമാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കിഡ്നിയിലൂടെ, നമ്മുടെ വൃക്കയിലൂടെയാണ് ഈ ഒരു പ്രോസസ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതായത് യൂറിനിലൂടെ, മൂത്രരൂപത്തിൽ എന്ത് ചെയ്യാണ്, ഈ എക്സസ് ആയിട്ട് വരുന്ന ആളുകളെയൊക്കെ നമ്മുടെ ശരീരം പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അതിലൂടെ തന്നെ അരിച്ചെടുക്കുകയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് നമ്മുടെ കിഡ്നി അല്ലേ, നമ്മുടെ വൃക്കയല്ലേ. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ ഒരു ചോദ്യമുണ്ട്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഡ്യൂ ടു സ്വെറ്റിംഗ്, വിയർപ്പ് കാരണം നടക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ബോഡി ടെമ്പറേച്ചർ ഈസ് റെഗുലേറ്റഡ്, ശരീര താപനില നിയന്ത്രിക്കപ്പെടുന്നു. ഡയജഷൻ ഈസ് മെയ്ഡ് ഈസി, ദഹനം എളുപ്പമാക്കുന്നു. എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ആർ എക്സ്പെൽഡ് അല്ലെ, അധിക ജലവും ലവണങ്ങളും പുറന്തള്ളപ്പെടുന്നു. നിർജ്ജലീകരണം തടയുന്നു. യെസ്, നമ്മളുടെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ അത് പ്രിവെന്റ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഡ്യൂ ടു സ്വെറ്റിംഗ്, വിയർപ്പ് കാരണം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെ, ശരീര താപനില നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട് ആർ എക്സ്പെൽഡ് അല്ലെ, അധികമായി വരുന്ന ജലവും ലവണവും എല്ലാം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പൊ
കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷൻ ശ്വസനം വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സസ് യൂറിയൊക്കെ നമ്മുടെ കിഡ്നിയിലൂടെ ഈ പറയുന്ന യൂറിൻ രൂപത്തിലാണെങ്കിൽ, ഈ പറയുന്ന എക്സസ് ആയിട്ടുള്ള വാട്ടറും സോൾട്ടും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വെറ്റിന്റെ രൂപത്തിൽ നമ്മുടെ സ്കിന്നിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കാര്യം കൂടെ അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സ്വെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്വെറ്റ് ഗ്ലാൻഡ്സ് ഇൻ ദ സ്കിൻ അല്ലെ. വിയർപ്പ് ഗ്രന്ഥികളാണ്, നമ്മുടെ ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് ഈ വിയർപ്പിന് കാരണം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും സോൾട്ടും വാട്ടറും എക്സസ് ആയിട്ടുള്ളത് കേട്ടോ, എക്സസ് ആയിട്ടുള്ള വാട്ടറും സോൾട്ടും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്വെറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പുറന്തള്ളപ്പെടുന്നുണ്ട്. സോ ഇറ്റ്സ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ അവർ ബോഡി ടെമ്പറേച്ചർ. ശരീരത്തിന്റെ താപനില ക്രമീകരിക്കാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ആൻസറുകൾ എഴുതാം. അപ്പൊ കൃത്യമായിട്ട് ഇതാ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസ് അല്ലെ, അവിടെ ഈ പറയുന്ന മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ വൃക്കയുടെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മക്കള് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതാ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ മക്കൾ എല്ലാവരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ആൻഡ് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് ചോദിക്കുകയാണ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ, ഏറ്റവും വലിയ അവയവം ഏതാണെന്നുള്ളത് മക്കൾ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. എല്ലാവർക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.